അവർ നമ്മളെ വാൺ ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റിയാൽ ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ നല്ല രീതിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അപ്പോൾ വാശി പിടിക്കുമ്പോൾ ഉടനെ അത് ചെയ്തു കൊടുക്കണോ എന്ന് ചോദിക്കില്ല, അതല്ല ഉദ്ദേശിച്ചത്. ആ ലൈഫിനോടുള്ളൊരു വാശി, അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഒരു വാശിയുണ്ടല്ലോ, ആ റിയലൈസേഷൻ, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഈസി ആയിട്ട്, അതായത് നമ്മൾ ഈ ബാക്കി കോമൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസൊക്കെ നമുക്ക് ഫേവറബിൾ അല്ലാത്തതിനെയൊക്കെ നമുക്ക് നല്ല സന്തോഷമായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും, അധികം പേഴ്സണലി ഫീൽ ചെയ്യാതെ. അപ്പോൾ ആ സ്റ്റബേൺനെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുട്ടികളെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്, അവരുടെ വാശികൾ സമ്മതിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ക്വിക്ക്ലി പറയാൻ വന്നതാ, ജീവിച്ചു പോകണമെങ്കിൽ, അതായത് സക്സസ്ഫുള്ളി ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ബാക്കി നെഗറ്റിവിറ്റീസൊക്കെ കുറേയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് വാശികളെ അക്സെപ്റ്റ് ചെയ്യുക. നല്ല നല്ല വാശികളെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാശികളെ അക്സെപ്റ്റ് ചെയ്യുക. എന്തൊക്കെ വന്നാലും ശരി,